കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ചുവന്ന അധ്യായമാണ് ഒഞ്ചിയം. ഒഞ്ചിയം വെടിവെപ്പിൽ 10 രക്തസാക്ഷികളാണ് ഉണ്ടായത്. കൽക്കത്ത തീസിസിന്റെ വെളിച്ചത്തിൽ റേഷൻ സമ്പ്രദായത്തിലെ അപാകതകൾക്കെതിരെ ഒഞ്ചിയത്തെ ജനങ്ങൾ അന്നത്തെ മദ്രാസ് സർക്കാരിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. 1948 ഏപ്രിൽ 30 യോഗം ചേർന്നതിനിടെ വിവരമറിഞ്ഞെത്തിയ പോലീസ് പുളിയുള്ളതിൽ ചോയിയെയും കണാരനെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റിനെ ചോദ്യം ചെയ്ത CPI പ്രവർത്തകരുടെ നേരെ നടത്തിയ വെടിവെപ്പിൽ 8 പേരാണ് മരിച്ചത്. ലോക്കപ്പ് മർദ്ദനത്തിൽ മരിച്ച 2 പേരടക്കം 10 രക്തസാക്ഷികൾ. ഒഞ്ചിയത്തിന്റെ കരുത്തിലാണ് കടത്തനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തിളങ്ങി നിന്നത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ടായി പിളർന്നപ്പോഴും ഒഞ്ചിയം രക്തസാക്ഷികളെ ഇരു പ്രസ്ഥാനങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തോക്കിൻ പാത്തി കൊണ്ട് തലയോട് തകർന്നിട്ടും ചുടുചോരയിൽ തടവറയിലെ ചുവരിൽ അരിവാളും ചുറ്റികയും വരച്ച മണ്ടോടി കണ്ണന്റെ ചരിത്രം പുതുതലമുറയ്ക്കും കാണാപാഠം. 1948 നിന്ന് 2012 മെയ് 4 ദൂരത്തിൽ പക്ഷേ ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായത്തിൻ്റെതായി. 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ വധത്തോടുകൂടി മറ്റൊരു രക്തസാക്ഷിത്വത്തോടുകൂടി വടകര ഇടതുപക്ഷത്തെ കൈവിടുന്ന സ്ഥിതിയിലേക്ക് മാറി. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് TP ചന്ദ്രശേഖരനും സഖാക്കളും പ്രതികരിച്ചത്. 2009 RMP രൂപീകരിച്ചു. 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതോടെ രക്തസാക്ഷികളുടെ ചോരയാൽ അഭിമാനം കൊണ്ട നാട്ടിൽ തന്നെ മറ്റൊരു രക്തസാക്ഷിത്വത്തിന് പ്രതിക്കൂട്ടിലാണ് ഇന്നും CPIM. ഈ 2012 മുമ്പുള്ള ഒരു ചരിത്രമെടുത്താൽ ഇടതുപക്ഷം മാത്രം ജയിച്ച മണ്ണാണ്. പക്ഷേ 2012 TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമാണ് വടകരയെ മാറ്റിമറിച്ചത്. അതിനുശേഷം വടകരയിലെ മണ്ണ് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന്റെ പിന്മുറക്കാരായി എത്തിയ RMP പിന്നീട് UDF ക്യാമ്പിന്റെ ഭാഗമായി. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും RMP UDF ചേർന്ന ജനകീയ മുന്നണിയാണ് ഏറാമല പഞ്ചായത്തും ഒഞ്ചിയവും ഭരിക്കുന്നത്. ചോറോടും വഴിയൂരും പിടിച്ചെടുത്ത LDF തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. RMP അത്ര പ്രസക്തമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല, ഒരു പ്രാദേശികമായ കൂട്ടായ്മ എന്നേ ഉള്ളൂ. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ സഹായത്തോടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുകയാണ്. ഈ തവണ അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. രക്തസാക്ഷികളാൽ ചുവന്ന ഒഞ്ചിയം രക്തസാക്ഷിത്വം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വേട്ടയാടുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രസക്തി ഏറെയാണ്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.